നമസ്കാരം, എല്ലാവർക്കും ഗ്രൂപ്പ് ഡി മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC നടത്തിയ PSC പരീക്ഷയിലെ കേരള ജോഗ്രഫിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം എത്ര കിലോമീറ്ററാണ്? ആൻസർ 560 കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളമാണ്. ഇതിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത് കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളവും പിന്നെ കേരളത്തിൻ്റെ കടൽ തീരവുമാണ്. അപ്പോൾ കടൽ തീരം വരുന്നത് 580 580 അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാരം 590 എന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് ഓർത്ത് വെക്കുക. 580 590. ഇതിൽ കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം 560. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട്. കേരളത്തിൽ അത് കണക്ട് ചെയ്ത് പഠിക്കാൻ കോഡ് കിട്ടുന്നില്ല. എന്തായാലും അതൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചേക്കുക. ഓക്കെ. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന ജില്ല ലക്കിടി. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ലക്കിടിയാണ്. വയനാട് ജില്ലയിലാണ് ലക്കിടി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടിയാണെന്ന്. കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് എക്കൽ മണ്ണ്. അത് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് വെച്ചാൽ നെല്ല് എന്ന് പറയുമ്പോൾ എക്കൽ എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെ ഒരു രണ്ട് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇതൊക്കെ നെല്ല് എക്കൽ ലാല എന്ന് പറയുന്നത് ഓർത്ത് വെക്കുക. ഓക്കെ. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാർ തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. എങ്ങനെ കണക്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യാറിൻ്റെ ആദ്യത്തെ അക്ഷരവും തിരുവനന്തപുരത്തിൻ്റെ ആദ്യത്തെ അക്ഷരവും വെച്ച് കണക്ട് ചെയ്യുക. നായും തായും വെച്ച് കണക്ട് ചെയ്യുക. നെയ്യാർ തിരുവനന്തപുരം. നെയ്യാർ ആർ തിരുവനന്തപുരം ഓർത്ത് വെക്കുക. ഓക്കെ. നായും തായും ഓർത്ത് വെക്കുക. ഓക്കെ. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം കയർ വ്യവസായം. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം കയർ. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊച്ചി. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊച്ചി. അടുത്ത ക്വസ്റ്റ്യൻ. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ്. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബാണ്. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി. ഓക്കെ. അത് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. ഇന്ത്യയിലെ ശൈത്യകാലം ഏത്? ഡിസംബർ ഫെബ്രുവരി മാസമാണ് ഇന്ത്യയിൽ ശൈത്യകാലമായി കാണുന്നത്. ഡിസംബർ ഫെബ്രുവരി. ഇന്ത്യയിൽ ഏറ്റവും ഉൽപ്പാദനക്ഷമത കൂടിയ മണ്ണിനമേത്? എക്കൽ മണ്ണ്. നമ്മൾ നേരത്തെ നെൽകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരുന്നു. അപ്പോൾ നെല്ല് എക്കൽ എന്ന് പഠിച്ചിരുന്നു. ഇതുപോലെ തന്നെ ഓർത്ത് വെക്കുക. ഇന്ത്യയിൽ ഏറ്റവും ഉൽപ്പാദനക്ഷമത കൂടിയ മണ്ണിനം എക്കൽ മണ്ണ്. ഓക്കെ. കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? കടുവ. ഓക്കെ. ജിം കോർബറ്റ് നാഷണൽ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? കടുവ. ഇനി വേടത്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. ഇത് കണക്ട് ചെയ്യാൻ നിങ്ങൾക്കൊരു കോഡ് പറഞ്ഞുതരാം. അത് വിക്രം വേദ എന്ന് പറയുന്ന സിനിമയും തമിഴ് സിനിമയല്ലേ. അപ്പോൾ വേടന്തങ്കൽ തമിഴ്നാട്. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വത നിര ആരവല്ലി. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര പൂർവ്വഘട്ടം. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി മഹാനദി. ഇതിൽ സിന്ധു, നർമ്മദ, അതേപോലെ തന്നെ താപ്തി, പെരിയാർ ഇതൊക്കെ അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്ന നദിയാണ് എന്ന് ഓർത്തു വയ്ക്കുക. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷൻ. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? തൂതപ്പുഴ. മണിയാർ നദി സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഫറോക്ക്, പാലക്കാട്. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? 5 മണിക്കൂർ 30 മിനിറ്റ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ആരവല്ലി. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടി. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശം അറിയപ്പെടുന്നത് വൃഷ്ടി പ്രദേശം. ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം രവി. ഇന്ത്യയിലെ ഉഷ്ണകാലം ഏത്? മാർച്ച് മെയ്. ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിലെ പ്രധാന മണ്ണിനം എക്കൽ മണ്ണ്.
പോയിൻറ്റ് കലൈമർ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള സംസ്ഥാനം മധ്യപ്രദേശ്. പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യമേത്? പാകിസ്ഥാൻ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേയറ്റം കന്യാകുമാരി. ഇന്ത്യയിൽ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിര വിന്ധ്യ പർവ്വതം. ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി ഗംഗ. സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1958. അന്റാർട്ടിക്കയിൽ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഏത് പോസ്റ്റൽ സോണിൻ്റെ ഡിവിഷൻ്റെ കീഴിലാണ്? ഗോവ. കേരള സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാർ, ഇടുക്കി. കേരളത്തിൻ്റെ ശൈത്യകാലം അനുഭവപ്പെടുന്ന എപ്പോൾ? ഡിസംബർ, ഫെബ്രുവരി. പക്ഷിപാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട്. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡറാസ് മിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായ ഏത് വർഷത്തിൽ? AD 1859. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം കേരളം. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി 780 മെഗാവാട്ട്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൊച്ചി ഡോണ്ടി പോയിൻറ്റ്. കേരളത്തിലെ ഭൂമിശാസ്ത്ര വിഭാഗമായ ഇടനാട് സ്ഥിതി ചെയ്യുന്നത് മലനാടിനും തീരപ്രദേശത്തിനും മധ്യേ. സുന്ദരവനം ഡെൽറ്റയെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന. ഗംഗയും ബ്രഹ്മപുത്രയും ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഭാഗത്ത് രൂപം കൊണ്ടത്. ഉത്തരായൻ രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഒഡീഷ. അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ രൂപപ്പെടുന്ന ശില ഏത്? ആഗ്നേയശില. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. അതൊരു കറണ്ട് അഫയേഴ്സാണ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. COP 26 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം UK. താഴെ പറയുന്നതിൽ കേരളത്തിൻ്റെ ശരിയായ അതിരുകൾ. ഇതിൽ 4ാമത് കർണാടക, തമിഴ്നാട്, അറബിക്കടൽ. ഇതാണ് കേരളത്തിൻ്റെ ശരിയായ അതിരുകളിൽ വരുന്നത്. നേപ്പാളുമായി അതിർത്തി പങ്കിടാത്ത സംസ്ഥാനം ജാർഖണ്ഡ്. കുപ്പം നദി താഴെ പറയുന്നവയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ഒഴുകുന്നത്? കേരളം, കർണാടകം. കേരളത്തിൻ്റെ ശുദ്ധജല തടാകങ്ങളാണ് ചുവടെ തലൊഴി. ഇവയിൽ വ്യത്യസ്ത പുലർത്തുന്ന തടാകം മാനാഞ്ചിറ. മാനാഞ്ചിറ കോഴിക്കോട് ജില്ലയിലാണ്. പൂക്കോട്, ശാസ്താംകോട്ട, വെള്ളായണി. ഇതൊക്കെ പൂക്കോട് തടാകം, ശാസ്താംകോട്ട കായൽ, വെള്ളായണി. ഇത് മാനാഞ്ചിറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കായലാണ്. മാനാഞ്ചിറ കോഴിക്കോട് ജില്ലയിലെ ഇതാണ്. അപ്പോൾ അതാണെന്ത് വ്യത്യസ്തമായിട്ടുള്ളത്. തുല്യ അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് ഐസോബാർ. താഴെ പറയുന്ന ഡ്രംലീനുകൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഹിമാനികളുടെ നിക്ഷേപത്തിൽ രൂപീകൃതമായ കുന്നുകൾ. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓസോൺ പാളിയുടെ സംരക്ഷണം. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നദികളിൽ ഉത്ഭവിക്കുന്ന നദി കാവേരി. ഉഷ്ണമേഖല ഉയർന്ന മർദ്ദത്തിൽ നിന്ന് ഭൂമധ്യരേഖ താഴ്ന്ന മർദ്ദമേഖലയിലേക്ക് വീശുന്ന കാറ്റ് വാണിജ്യവാദങ്ങൾ. ഇന്ത്യയിലെ വിളകളെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നു പ്രസ്താവനയിൽ ശരിയായത്. ഇതിൽ ശരിയായത് ഖാരിഫ് വിളയായ നെല്ലിന് എക്കൽ മണ്ണാണ് ഏറ്റവും അനുയോജ്യം. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണുള്ളത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. ഇത് 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ഭൂമിയുടെ ഉൾഭാഗമായ നൈഫിൽ ഏതൊക്കെ മൂലകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്? നിക്കലും ഇരുമ്പും. ഇന്ത്യയിൽ ഏത് തരം ഉൽപ്പാദന നിലയങ്ങളിൽ നിന്നാണ് ഏറ്റവും അധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? താപവൈദ്യുതി നിലയങ്ങൾ. മണ്ണിടിച്ചിൽ ദുരന്തമായ പെട്ടിമുടി എവിടെയാണ്? ഇടുക്കി. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് നിർമ്മാണത്തിന് ഏത് രാജ്യത്തിൻ്റെ സഹകരണത്താണ് ഇന്ത്യക്ക് ലഭിച്ചത്? റൂർക്കേല ജർമ്മനിയാണ്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല മലനാട്. ഭാരതപ്പുഴയെ വെള്ളിയാങ്കോടുമായി കായലുമായി ബന്ധിപ്പിക്കുന്നത് പൊന്നാനി കനാൽ. പൊന്നാനി കനാൽ മലപ്പുറത്താണ്. ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്നിവയിൽ അറിയപ്പെട്ടത്? ജിം കോർബറ്റ്. നേരത്തെ മുന്നേ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിരുന്നു. ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതെന്ന്. അത് ഒന്ന് കമൻറ്റ് ചെയ്യുക ആൻസർ. ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി കൃഷ്ണ നദി. ഇവയിൽ ഖാരിഫ് വിളയല്ലാത്തത് ബാർലി. ഓർത്തു വെക്കുക. ഇതിൽ പരുത്തി, ചണം, ചോളം ഇതൊക്കെ ഖാരിഫ് വിളയാണ്. മസൂലിപ്പട്ടണം ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. മസൂലിപ്പട്ടണം കണക്ട് ചെയ്തിരിക്കുന്നത് ഒന്ന് ഓർത്തു വെക്കുക. മസൂലിപ്പട്ടണം എന്ന് പറയുമ്പോൾ നമുക്ക്
ഓർത്ത് വെക്കുക. അത് ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്, മസൂലിപ്പട്ടണം. സമുദ്രനിരപ്പിൽ ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രദേശം? മലനാട്. 75 മീറ്ററിൽ കൂടുതൽ മലനാടാണ്, ഒന്ന് ഓർത്ത് വെക്കുക. മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവം? പൂക്കോട്ടൂർ യുദ്ധം. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ? നർമ്മദ, താപ്തി. ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം? ദക്ഷിണ ഗംഗോത്രി. സിക്കിമിനെ ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം? നാഥുല ചുരം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഇനിയും ഇതുപോലെ ഓരോ ടോപ്പിക് ബേസ് ആയിട്ടുള്ള ഇത് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക്